മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 20ാമത്തെ ദശകത്തിൽ 7ഉം 8ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 7ാമത്തെ ശ്ലോകം. നവാഭവൻ യോഗിവരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡൻ സൈകാത്വശീതിസ്തവ ശേഷപുത്രാസ്തപോബല ഭൂസുരഭൂയമീയുഃ. ഋഷഭദേവന് 100 ജയന്തി എന്നുള്ള ഇന്ദ്രപുത്രിയിൽ 100 പുത്രന്മാരുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ. അപ്പോൾ ആ പുത്രന്മാർ എങ്ങനെയൊക്കെയാണ് ആയത് എന്നുള്ളതാണ് ഒന്ന് ചുരുക്കി പറയുകയാണ്. ആദ്യത്തെ മൂത്ത പുത്രൻ ഭരതനാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. രാജാവായിട്ടുള്ള ഭരതൻ എന്നുള്ള രാജാവായിട്ടാണ് ഭാരതഖണ്ഡത്തിൻ്റെ മുഴുവൻ അധിപതിയായിട്ട് ഉള്ള ഭരതൻ ആയിരുന്നു. ആ ഭരതൻ്റെ പേരിൽ നിന്നാണ് ഭാരതം എന്നുള്ള പേര് കിട്ടിയത് എന്നും കൂടി പറയുണ്ടായി. ഇനി ബാക്കിയുള്ളതായിട്ടുള്ള 99 പേരുടെ കഥയാണ് പറയുന്നത്. നവ അഭവൻ എന്ന് പറയുമ്പോൾ നവ അഭവൻ 9 പേര്. അതിൽ 9 നവ വെച്ചാൽ നവപുത്രാഹ എന്നുള്ളത് എടുക്കണം. 9 പേര്. ഈ പുത്രന്മാരിൽ 9 പേര് അഭവൻ ആയിത്തീർന്നു. എന്തായിത്തീർന്നു? യോഗിവരന്മാരായിത്തീർന്നു. യോഗിവരാഹ, യോഗിവര്യന്മാർ, യോഗിശ്രേഷ്ഠന്മാരായിത്തീർന്നു. നവ അഭവൻ യോഗിവരാഹ, നവ പുത്രാഹ യോഗിവരാഹ അഭവൻ. 9 പുത്രന്മാര് യോഗിവരന്മാരായി തീർന്നു, യോഗിശ്രേഷ്ഠന്മാരായി തീർന്നു, വലിയ സന്യാസികളായി, യോഗാഭ്യാസമുള്ളതായ വലിയ സന്യാസികളായി തീർന്നു 9 പേര്. നവ അന്യേ നവ, അന്യേ വേറെ, ഇവരിൽ നിന്ന് ഭിന്നരായിട്ടുള്ള വേറെ അന്യന്മാരായിട്ടുള്ള 9 പേര്. 9 പേര് യോഗിവര്യന്മാരായി തീർന്നു. പിന്നെ 9 പേര് നവ അന്യേ തു അപാലയൻ എന്നുള്ള പദം മുറിക്കുമ്പോൾ തു അപാലയൻ എന്നാവും. അന്യേ നവ തു അപാലയൻ, അപാലയൻ രക്ഷിച്ചു, ഭരിച്ചു. അപാലയൻ ഭാരതവർഷഖണ്ഡാൻ, ഭാരതവർഷത്തിൻ്റെ ഖണ്ഡങ്ങളെ അപാലയൻ, ഭാരതവർഷത്തിൻ്റെ ഓരോ ഭാഗങ്ങളെ, അതായത് ഭാരതത്തിൻ്റെ തന്നെ ഓരോരോ ഭാഗങ്ങളിൽ ഭരതനെ ഭാരതത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയാക്കിയിട്ട് വെച്ചു. ബാക്കി 9 പേർക്ക് ഓരോരോ ഭാഗങ്ങളെ വിഭജിച്ചു കൊടുത്തു. അവരുടെ മീതെ ഭരതൻ ചക്രവർത്തിയായിട്ട് ഈ ഓരോരോ ഭാഗങ്ങളെ 9 ഭാഗമാക്കിയിട്ട് ഓരോരോ ഭാഗങ്ങൾ ഓരോരുത്തർക്ക് ഓരോരോ മക്കൾക്ക് രക്ഷിക്കാനായിട്ട് കൊടുത്തു എന്നാണ്. നവ അന്യേ തു ഭാരതവർഷഖണ്ഡാൻ അപാലയൻ, ഭാരതവർഷത്തിൻ്റെ ഖണ്ഡങ്ങളെ, ഖണ്ഡം എന്ന് വെച്ചാൽ ഭാഗം, കഷ്ണം എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ഭാരതവർഷത്തിൻ്റെ ഭാഗങ്ങളെ അവർ അപാലയൻ സംരക്ഷിച്ചു, ഭരിച്ചു. ഇനി ശേഷാഹ തു അശീതിഹി, സൈകാ അശീതിഹി, സൈകാ തു അശീതിഹി, സൈക ഒന്നോടുകൂടിയ, ഏകം ഒന്ന്, സ ഏക സൈക ഒന്നോടുകൂടിയ, അശീതിഹി, അശീതിഹി എന്ന് പറഞ്ഞാൽ 80 പേര്, 81 പേര്. സൈക അശീതിഹി എന്ന് പറഞ്ഞാൽ ഒന്നോടുകൂടിയ 80 പേര്, അതായത് 81 പേര്. ബാക്കിയുള്ള 81 പുത്രന്മാർ, അതായത് ഭരതൻ യോഗിവര്യന്മാരായി തീർന്ന 9 പേര് ഇപ്പോൾ 10 പേരായി. പിന്നെ 9 പേര് ഭാരതവർഷ ഖണ്ഡങ്ങളെ രക്ഷിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 9 കഴിഞ്ഞ് 19 പേര് അങ്ങനെ പോയി. ഇനി ബാക്കി 81 പേരാണുള്ളത്. സൈകാതു അശീതിഹി, ഏകത്തോടു കൂടിയതായ അശീതി 80, ഒന്നോട് കൂടിയ 80 എന്ന് പറഞ്ഞാൽ 81 പേര്. ബാക്കിയുള്ളതായ 81 പേരും സൈകാതു അശീതിഹി തവ ശേഷപുത്രാഹ, തവ അങ്ങയുടെ, ശേഷാഹ സൈക അശീതിഹി അങ്ങയുടെ പുത്രന്മാരായ 81 പേര്, ശേഷിച്ചതായ 81 പുത്രന്മാർ, ശേഷപുത്രാഹ ശേഷിച്ചതായ 81 പുത്രന്മാർ. ബാക്കിയുള്ള 19 പേരുടെ പേര് പറഞ്ഞു, കാര്യം പറഞ്ഞു. ബാക്കിയുള്ള 81 പേരും ശേഷപുത്രാഹ തപോബലാത്, തപസ്സിൻ്റെ ബലം കൊണ്ട്, അവർ തപസ്സനുഷ്ഠിച്ച തപസ്സിൻ്റെ ബലം കൊണ്ട് ഭൂസുരഭൂയം ഇയുഹു, ഭൂസുരഭൂയം ഭൂസുരന്മാരുടെ ഭാവത്തെ പ്രാപിച്ചു, ഇയുഹു പ്രാപിച്ചു.
ഭൂസുര ജന്മത്തെ പ്രാപിച്ചു. അതായത് ഭൂസുരന്മാരായി തീർന്നു അവർ. അതായത് കർമ്മം കൊണ്ട് ബ്രാഹ്മണരായി തീർന്നു എന്നാണ്. ഇപ്പം ക്ഷത്രിയന്മാരായിട്ടാണല്ലോ മനുവിൻ്റെ പുത്രന്മാർ രാജാക്കന്മാർ ആയിട്ടുണ്ട്. രാജാവിൻ്റെ മക്കളാണ് ഇവർ. ഋഷഭൻ്റെ മക്കളാണല്ലോ. ഋഷഭൻ രാജാവായിട്ടാണ് മനുവിൻ്റെ പുത്രൻ അങ്ങനെ വന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ശേഷപുത്രന്മാർ ബാക്കിയുള്ളതായ 81 പേര് സ്വതേ ജന്മം കൊണ്ട് ക്ഷത്രിയരായിരുന്നുവെങ്കിലും അവർ തപോബലം കൊണ്ട് ബ്രാഹ്മണരായി തീർന്നു. ബ്രാഹ്മണഭൂയം ഈയുഹു, ബ്രാഹ്മണ ജന്മത്തെ പ്രാപിച്ചു, ബ്രാഹ്മണാവസ്ഥയെ പ്രാപിച്ചു, ബ്രാഹ്മണ്യത്തെ പ്രാപിച്ചു. ബ്രാഹ്മണഭൂയം, ബ്രാഹ്മണന്മാരുടെ അവസ്ഥ അതിനെ പ്രാപിച്ചു, ബ്രാഹ്മണന്മാരായി തീർന്നു അവർ എന്ന്. 81 പേര് തപസ്സുകൊണ്ട്, തപശക്തി കൊണ്ട് ബ്രാഹ്മണരായി തീർന്നു. അതായത് ഇതൊക്കെ ബ്രാഹ്മണ ക്ഷത്രിയന്മാരൊക്കെ ഇതിൽ ഈ ഒരു കാലഘട്ടത്തിൽ പറയുമ്പോൾ അത് മുഴുവൻ അങ്ങടും ഇങ്ങടും ബ്രാഹ്മണരായിട്ടും ക്ഷത്രിയരായിട്ടും ഒക്കെ മാറി മാറി പോകുന്നുണ്ട്. ആത്മീയ തപസ് ചെയ്തിട്ട് ബ്രാഹ്മണനായി തീർന്നതായിട്ട് പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ അനവധി കഥകളിൽ ഈ ബ്രാഹ്മണർ ക്ഷത്രിയന്മാരായിട്ട് തീരണതും ക്ഷത്രിയന്മാർ ബ്രാഹ്മണരായിട്ട് തീരണതും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ പ്രവൃത്തി കൊണ്ടുള്ളതായിരുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ ഇങ്ങനെയുള്ളതായിട്ടുള്ള കഥകളൊക്കെ. പിൻകാലത്തായിരിക്കണം ഇതൊക്കെ ജന്മം കൊണ്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള അവസ്ഥ വന്നിട്ടുള്ളത് പിൽക്കാലത്തായിരിക്കണം. എന്തായാലും അതിന്ന് ഉദാഹരണങ്ങളായിട്ട് പല കഥകളും പുരാണങ്ങളിൽ കാണാനുണ്ട്, അങ്ങടും ബ്രാഹ്മണ്യം സിദ്ധിക്കണതുമൊക്കെ. അപ്പം ഇവിടെ ഈ 81 പുത്രന്മാർ, ഋഷഭദേവൻ്റെ 81 പുത്രന്മാർ തപശ്ചര്യ കൊണ്ട് ബ്രാഹ്മണന്മാരായി തീർന്നു എന്നാണ് പറയണത്. ശേഷാഹ തു സൈകാ അശീതിഃ പുത്രാഹ. സൈകാ അശീതിഃ 81, 80 കൂടിയ 80, അതായത് 81 പുത്രന്മാർ, ശേഷിച്ചതായ 81 പുത്രന്മാർ തപോബലാൽ, തപസ്സിൻ്റെ ബലം കൊണ്ട്, ശേഷപുത്രാസ്തപോബലാൽ, ശേഷപുത്രാഹ തപോബലാത് ഭൂസുരഭൂയം ഈയുഹു, ഭൂസുരഭാവത്തെ പ്രാപിച്ചു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം. ഉക്ത്വാ സുതേഭ്യോഥ മുനീന്ദ്രമധ്യേ വിരക്തിഭക്ത്യന്വിത മുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തിം അഥാ ജഡോന്മത്തപിശാചര്യം. ഉക്ത്വ ഇനി ഋഷഭദേവൻ എന്താണ് പിന്നെ ചെയ്തത് എന്നാണ്. പുത്രന്മാരെയൊക്കെ ഓരോ തരത്തിലായി എന്ന് പറഞ്ഞു. ഇനി ഋഷഭദേവൻ എന്ത് ചെയ്തു? ഭരതനെ രാജാവാക്കി വെച്ചു. 9 പുത്രന്മാരെ ഓരോരോ ഖണ്ഡങ്ങളിൽ അധിപന്മാരാക്കിയിട്ട് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം സുതേഭ്യ ഉക്ത്വാ അഥ അനന്തരം സുതേഭ്യ ഉക്ത്വാ, സുതേഭ്യ അഥ അനന്തരം സുതേഭ്യ ഉക്ത്വാ, സുതന്മാർക്കായിക്കൊണ്ട് ഉപദേശിച്ചിട്ട്, ഉക്ത്വാ പറഞ്ഞിട്ട്, അതായത് ഉപദേശിച്ചിട്ട്, ഉക്ത്വാ സുതേഭ്യ, സുതന്മാർക്കായി പുത്രന്മാർക്കായി ഉപദേശിച്ചിട്ട്, ഉക്ത്വാ പറഞ്ഞിട്ട് എന്താണ്? വിരക്തി ഭക്തി അന്വിത മുക്തിമാർഗം, വിരക്തി ഭക്തി എന്നിവയോട് ചേർന്ന മുക്തിമാർഗത്തെ ഉപദേശിച്ചിട്ട്. വിരക്തി എന്ന് പറഞ്ഞാൽ വൈരാഗ്യം, ഇഹ ലോകത്തിൽ നിന്നുള്ളതായിട്ടുള്ള വൈരാഗ്യം. മുക്തി മോക്ഷം, ആനന്ദ സായുജ്യം, സായുജ്യം, ഇതിനുള്ളതായിട്ടുള്ള മാർഗം. ഈ വിരക്തി ഭക്തി അന്വിതമായ മുക്തിമാർഗത്തെ, വിരക്തി കൊണ്ടും വിരക്തിയും ഭക്തിയും ചേർന്നതായ മുക്തിമാർഗത്തെ, ഭക്തി അന്വിതം എന്ന് വെച്ചാൽ ചേർന്നത്, വിരക്തി ഭക്തി അന്വിതം, വൈരാഗ്യം ഭക്തി എന്നിവയോട് കൂടിയ മുക്തിമാർഗത്തെ, മോക്ഷത്തിനുള്ളതായ മാർഗത്തെ ഉക്ത്വാ പറഞ്ഞിട്ട് ഉപദേശിച്ചിട്ട്. ഇനി ഈ പുത്രന്മാരെ മാത്രം വിളിച്ച് ഉപദേശിക്കുകയൊന്നുമല്ല, മുനീന്ദ്രമധ്യേ, മുനീന്ദ്രന്മാരെ, ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹർഷിമാരെയൊക്കെ വിളിച്ചു. അങ്ങനെ എല്ലാവരെയും കൂടി ഇരിക്കുന്നതായിട്ടുള്ള ആ സദസ്സിൽ, എല്ലാവരും ചേർന്നതായിട്ടുള്ള അനവധി മഹർഷിമാർ ചേർന്നതായിട്ടുള്ള സദസ്സിൽ തൻ്റെ പുത്രന്മാർക്കും ആ വൈരാഗ്യം ഭക്തി എന്നിവയോട് കൂടിയതായ ആ മുക്തിക്കുള്ള മോക്ഷമാർഗം ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം അങ്ങനെ എല്ലാവരെയും വേണ്ട വിധത്തിൽ ആക്കി നയിച്ചു. വേണ്ട വിധത്തിലൊക്കെ പരിപാലിച്ചതിന് ശേഷം ഓരോരുത്തരെ ഓരോ അവസ്ഥയിലാക്കി അവർക്ക് ഇതൊക്കെ കഴിഞ്ഞാൽ മുക്തിക്കുള്ളതായിട്ടുള്ള മാർഗം വൈരാഗ്യവും ഭക്തിയുമാണ് എന്നുള്ള കാര്യവും ആ മുക്തിമാർഗത്തെയും ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം ഉക്ത്വാ സുതേഭ്യ അഥ അനന്തരം സുതേഭ്യ ഉക്ത്വാ, സുതന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ട്, മുനീന്ദ്രന്മാരുടെ മധ്യത്തിൽ വെച്ച്, മഹർഷി ശ്രേഷ്ഠന്മാരുടെ മധ്യത്തിൽ വെച്ച് സ്വന്തം പുത്രന്മാർക്ക്
വിരക്തിയും ഭക്തിയും ചേർന്നതായ മുക്തിമാർഗത്തെ ഉപദേശിച്ചതിന് ശേഷം സ്വയം ഗത പാരമഹംസ്യവൃത്തിം സ്വയം പാരമഹംസ്യം വൃത്തിം ഗത, സ്വയം തന്നെത്താൻ, അതായത് ഒക്കെ ഉപദേശിച്ചു കൊടുത്താൽ പോരാ, അതുമാതിരി അനുഷ്ഠിക്കും വേണം. അതിനു വേണ്ടിയിട്ട് സ്വയം പാരമഹംസ്യവൃത്തിം ഗത, പരമഹംസന്മാരുടെ വൃത്തിയെ സ്വീകരിച്ചു. പരമഹംസന്മാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് വൈരാഗ്യം വന്ന് സർവവും ഇഹലോകത്തിലുള്ളതായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ച് ഭക്തി മാർഗം ഒന്ന് മാത്രം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുക. അതാണ് പരമഹംസന്മാരുടെ വൃത്തി. ആ പരമഹംസന്മാരുടെ വൃത്തിയെ പാരമഹംസ്യ വൃത്തിയും, പരമഹംസന്മാരുടേതായ വൃത്തി, പാരമഹംസ്യം എന്ന് പറഞ്ഞാൽ പരമഹംസന്മാരുടേത്. അങ്ങനെയുള്ളതായിട്ടുള്ള വൃത്തി, സ്വയം ആചാരം, ജീവിതം, ആ ജീവിതമാർഗത്തെ സ്വീകരിച്ചുകൊണ്ട്, പരമഹംസന്മാരുടെ ജീവിതമാർഗത്തെ സ്വീകരിച്ചുകൊണ്ട്, പാരമഹംസ്യവൃത്തിം ഗതഃ, പാരമഹംസ്യവൃത്തിയെ പ്രാപിച്ചുകൊണ്ട്, സ്വീകരിച്ചുകൊണ്ട്. എങ്ങനെയാണ് ഈ പാരമഹംസ്യവൃത്തി എന്നുള്ളത് പറയുകയാണ്. അഥാ ജഡോന്മത്ത പിശാചചര്യാം, ജഡോന്മത്ത പിശാചചര്യാം അഥാഹ സ്വീകരിച്ചു, ചെയ്തു, പ്രാവർത്തികമാക്കി എന്നാണ്. ഇതുമാണ് അഥാഹ സ്വീകരിച്ചു, സ്വയം സ്വീകരിച്ചു. ജഡോന്മത്ത പിശാചചര്യാം, ജഡന്മാരെന്ന് വെച്ചാൽ വിവരമില്ലാത്തവർ, അജ്ഞന്മാർ, ഒന്നും വിവരമില്ലാത്ത ആൾക്കാർ. ഉന്മത്തന്മാരെന്ന് വെച്ചാൽ ഭ്രാന്തന്മാർ. ജഡോന്മത്ത പിശാചുക്കൾ, അതായത് ചെയ്യണതൊന്നും നന്നായിക്കൊള്ളണമെന്നില്ല, ബാക്കിയുള്ളവർക്ക് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല, അങ്ങനെ യാതൊന്നിലും വൃത്തി അങ്ങനെയുള്ളതൊന്നും ഇല്ലാതെ കണ്ട് വെറുതെ ഇങ്ങനെ മൃഗങ്ങളെ പോലെ സഞ്ചരിക്കുക എന്നുള്ളതാണ് പറയാൻ വേണമെങ്കിൽ. ജഡോന്മത്ത പിശാചചര്യം, ജഡന്മാരുടെയും വിവരമില്ലാതെ കണ്ടും ഉന്മത്തന്മാരുടെയും ഭ്രാന്തന്മാരുടെയും പിശാചുക്കളുടെയും ഒക്കെയുള്ളതായ വൃത്തിയെ സ്വീകരിച്ചുകൊണ്ട്, അതായത് സന്ധ്യാവന്ദനങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല, യാതൊന്നും ഇല്ലാതെ കണ്ട് വേണ്ട ഈ ചെയ്യേണ്ടതായിട്ട് നിത്യകർമ്മങ്ങൾ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ കണ്ട് വെറുതെ ഇങ്ങനെ നാമം ചൊല്ലിയും കൊണ്ട്, അല്ലെങ്കിൽ ഭഗവത് ഭക്തിയോട് കൂടിയിട്ട് അങ്ങനെ സഞ്ചരിക്കുക. എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ ഭക്ഷിക്കുക, കിട്ടിയില്ലെങ്കിൽ ഭക്ഷിക്കാണ്ടിരിക്കുക, വേറെ ആരും യാതൊരു വിധത്തിലും ഇടപെടാതെ കണ്ടിരിക്കുക, അങ്ങനെ നടക്കുക. അതിനെയാണ് ഈ ജഡോന്മത്ത പിശാചചര്യ എന്ന് പറയണത്. ഒന്നും വിവരമില്ലാണ്ട് ഭ്രാന്തന്മാരിങ്ങനെ നടക്കും. കിട്ടിയാൽ എന്തെങ്കിലും കഴിക്കും, കിട്ടിയില്ലെങ്കിൽ കഴിക്കില്ല. ആളുകൾ ഉപദ്രവിച്ചു എന്ന് വരും, ഉപദ്രവിച്ചാലും അതൊന്നും കണക്കാക്കില്ല. അങ്ങനെ ആളുകൾ കളിയാക്കിയെന്ന് വരും, അതും ശ്രദ്ധിക്കില്ല. അങ്ങനെ നടക്കുക എന്നുള്ളതാണ് ഈ പാരമഹംസ്യവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെ ജഡന്മാരുടെയും ഉന്മത്തന്മാരുടെയും പിശാചുക്കളുടെയും ഒക്കെ ചര്യ, ആചാരം, അവരുടെ പ്രവൃത്തികൾ, ആ പ്രവൃത്തികളെ സ്വീകരിച്ചുകൊണ്ട് പാരമഹംസ്യവൃത്തിം ഗതഃ, പരമഹംസന്മാരുടെ വൃത്തിയെ പ്രാപിച്ചു ഋഷഭദേവൻ. അങ്ങനെ പരമഹംസനായിട്ട് യാതൊന്നിലും താല്പര്യമില്ലാതെ, മക്കളെയൊക്കെ ഓരോ വിധത്തിലാക്കിയതിന് ശേഷം യാതൊന്നിലും താല്പര്യമില്ലാതെ പരമഹംസന്മാരെ പോലെ സർവവും ഉപേക്ഷിച്ച് ലോകത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്നാണ്. പാരമഹംസ്യവൃത്തിം അഥാഹ, പാരമഹംസ്യവൃത്തിയെ ഗതഃ പ്രാപിച്ചു. ഇങ്ങനെ ജഡോന്മത്ത പിശാചചര്യാം അഥാഹ, ജഡന്മാരുടെയും ഉന്മത്തന്മാരുടെയും പിശാചുക്കളുടെയും പോലെയുള്ളതായ വൃത്തിയെ, ആചാരത്തെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ പരമഹംസന്മാരെ പോലെ സഞ്ചരിച്ചു ഋഷഭദേവൻ ഒടുവിൽ എന്നാണ് പറയണത്. ഋഷഭദേവൻ അങ്ങനെ പുത്രന്മാരെയൊക്കെ ഉണ്ടാക്കി അവരെയൊക്കെ വേണ്ട വിധത്തിലാക്കിയതിന് ശേഷം ഇങ്ങനെ സന്യസിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ആ സന്യാസത്തിനും പ്രത്യേകമുണ്ട്. പരമഹംസന്മാരുടെ ഇതാണ്, വേറെ ഒന്നിലും താല്പര്യമില്ലാതെ കണ്ട് അങ്ങനെ സഞ്ചരിച്ചു എന്നാണ് പറയണത്. 2 ശ്ലോകം ഒന്നും കൂടിയും ചെല്ലാം. നവാഭവൻ യോഗിവരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷകണ്ഡൻ സൈകാത്വശീതിസ്തവ ശേഷപുത്രാസ്തപോബലാത് ഭൂസുരഭൂയമീയൂ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ആദ്യത്തെ പേര് 9 യോഗിമാരായി, പിന്നൊമ്പതോ ഭാരതവും ഭരിച്ചു. 10 ബാക്കി മക്കൾ തപോബലത്താൽ ദ്വിജരായി ഭവിച്ചു. ഉക്ത്വാ സുതേഭ്യോധ
മുനീന്ദ്രമധ്യേ വിരക്തിഭക്തിയന്വിതമുക്തിമാർഗം സ്വയം ഗതാ പാരമഹംസ്യവൃത്തിം അഥാ ജഡോന്മത്തപിശാചര്യം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വിരക്തിഭക്തി അന്വിതമുക്തിമാർഗം പുത്രർക്കു നൽകി മുനിമധ്യയങ്ങും ഭവാൻ തഥാ പാരമഹംസരെ പോൽ ഭ്രാന്തൻ പിശാചും ജഡനായി നടിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.